ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ അടുത്ത് അയ്യപ്പൻ കോവിലിൽ അവിടെ പുനഃപ്രതിഷ്ഠ നടക്കുവാണ്. അപ്പോൾ അവിടത്തേക്ക് അയ്യപ്പൻ്റെ പഞ്ചലോക വിഗ്രഹം മാന്നാറൂന്ന് കൊണ്ടുവരുവാണ്. നമ്മളുടെ ശബരിമല അയ്യപ്പൻ്റെ തങ്കേങ്കി കൊണ്ടുവരുന്ന വാഹനത്തിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ ആയതുകൊണ്ട് തന്നെ തങ്കേങ്കി കൊണ്ടുവന്നപ്പോൾ കാണാൻ പോകാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അതേ രഥത്തിൽ അയ്യപ്പൻ്റെ വിഗ്രഹം കൊണ്ടുവരുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അത് കാണാനായിട്ട് ഇവിടെ ഞങ്ങളുടെ ഇവിടുന്ന് റൈറ്റ് പോകുന്നത് ഉപ്പുതറയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പരപ്പെന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് നേരം ചെണ്ടമേളമൊക്കെ ഉണ്ടാവും. ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുഞ്ഞപ്പിയും ചേട്ടായിയും ഉണ്ട്, പിന്നെ അപ്പച്ചിയുണ്ട്. ഞങ്ങളിവിടെ നിൽക്കാൻ നല്ല വെയിലാണ്. അപ്പോൾ തണൽ നോക്കിയിട്ട് ഇവിടെ നിന്നതാണ് കേട്ടോ. ഇവിടുത്തെ സ്വീകരണം വന്നിട്ട് ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വകയായിട്ടുള്ള സ്വീകരണമാണ് കേട്ടോ. അങ്ങനെ കണ്ടു, തൊഴുതു. നിങ്ങളെല്ലാവരും അയ്യപ്പനെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. സൂക്ഷിച്ച് നോക്കിയാൽ മതി, അയ്യപ്പനെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അയ്യപ്പനെ കണ്ടു, തൊഴുതു, പ്രസാദം മേടിച്ചു, അയ്യപ്പന് മാല സമർപ്പിച്ചു. എനിക്ക് സന്തോഷമായോ എന്ന് ചോദിച്ചാൽ സന്തോഷമായി. മനസ്സിനൊരു എന്താ പറയുക, ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. പക്ഷേ തങ്കേങ്കി കാണുന്നതിൻ്റെ അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല കേട്ടോ. തങ്കേങ്കിയൊക്കെ കണ്ട ആ സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് കരയും. ആ ഒരു ഇതൊക്കെയാണ്. പക്ഷേ ഇത് വേറൊരു അനുഭവമായിട്ടുണ്ട്. എന്നാലും അയ്യപ്പനെ കാണാൻ പറ്റില്ല, അത് തന്നെ വലിയ സന്തോഷം. അങ്ങനെ എല്ലാവരും തൊഴുതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര തിരക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അവരിനി വിശ്രമിക്കുകയാണ്. കുഞ്ഞപ്പിയാണെങ്കിൽ കിട്ടിയ പ്രസാദം ഭസ്മമാണ്. ഭസ്മം തൊടണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെത്താനെ തൊടുന്നൊക്കെ ഉണ്ട്. ഇഷ്ടമാണ് അവന്, എപ്പോഴും ചന്ദനം തന്നെ തൊടുന്നതാണ് ഇഷ്ടം. അപ്പോൾ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവാണ്. ഇവിടുന്ന് കുറച്ചപ്പുറത്തായിട്ട് താലപ്പൊലി ഒക്കെ എടുത്ത് ഇനി അമ്പലത്തിലേക്ക് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചപ്പുറത്തായിട്ടാണ്. അപ്പോൾ ചേട്ടായി പറഞ്ഞു നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തോണിത്തിടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എവിടെയും ചെണ്ടമേളവും ഒക്കെയുണ്ട്. എല്ലാവരും താലപ്പൊലി എടുത്ത് ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അടുത്തുണ്ട് അമ്പലത്തിലേക്ക്. അങ്ങോട്ടേക്ക് എല്ലാവരും താലപ്പൊലിയായിട്ട് ഭഗവാന്റെ വിഗ്രഹം സ്വീകരിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. അമ്പലത്തിൽ പോകണമെന്നൊക്കെയുണ്ട്. പക്ഷെ അമ്പലത്തിൽ ഇത് ഘോഷയാത്ര അങ്ങ് എത്തി പ്രതിഷ്ഠയ്ക്ക് നടക്കുമ്പോഴത്തേക്കും ഒരു സമയമാവും. അതുകൊണ്ട് തന്നെ കട അടച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. ഇനിയിപ്പോൾ ശിവരാത്രിക്ക് പോകാനാണ് ഇരിക്കുന്നത്. അവിടെ അമ്പലത്തിലെ ഏറ്റവും വലിയ പരിപാടി നടക്കുന്നത് ശിവരാത്രിയുടെ അന്നാണ്. അപ്പോൾ അന്ന് പോകുമ്പോൾ ഞാൻ അമ്പലവും അതിൻ്റെ പരിസരവും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. രഥം ഇവിടെ എത്തിയില്ല. അതിനു മുമ്പ് എല്ലാവരെയും ഫ്രണ്ടിലായിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തുവാണ്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ എത്തും. ഞങ്ങൾ അതിനെ കവർ ചെയ്ത് ഫ്രണ്ടിലിങ്ങ് പോകുന്നതാണ് കേട്ടോ. എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ.
അങ്ങനെ താലപ്പൊലിയുടെയൊക്കെ അകമ്പടിയോടെ രഥം അമ്പലത്തിലേക്ക് ഇവിടുന്ന് കടന്നു പോവാണ് കേട്ടോ. എല്ലാ വർഷവും കാണുന്നത് തങ്കയങ്കി ഘോഷയാത്ര, പിന്നെ തിരുവാഭരണ ഘോഷയാത്ര, പിന്നെ ഉത്സവത്തിൻ്റെ അമ്പലത്തിലെ അങ്ങനെയൊക്കെ ഉത്സവ ഘോഷയാത്രകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് വേറൊരു അനുഭവമായിരുന്നു. അയ്യപ്പനെ നന്നായിട്ട് അടുത്ത് തന്നെ കാണാൻ പറ്റി. അമ്പലത്തിലല്ലാതെ വിഗ്രഹം കണ്ട് തൊഴുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷമുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇപ്പോൾ അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ അയ്യപ്പൻകോവിൽ അമ്പലത്തിലെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ വ്ളോഗാണ്. അത് ഉടനെ തന്നെ ഇടാം കേട്ടോ. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.